أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فصل لربك وانحر. صدق الله العظيم. നാം നിങ്ങൾക്ക് നൽകാനുള്ളത് മുഴുവനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസല്ലി, നിങ്ങൾ ദുആ നടത്തുക റബ്ബിക, അല്ലാഹുവിനോട് മാത്രം. ഒരു തഫ്സീർ അങ്ങനെയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു ദുആയാണ്. ഇവിടെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നിങ്ങൾക്കുള്ളത് മുഴുവനും നമ്മൾ നൽകി. എപ്പോ നൽകി? നിങ്ങൾ ചോദിക്കാതെ ദ്വാരക്കാതെ നൽകി. കാരണം ഈ കൗസർ നൽകിയത് ചോദിച്ചിട്ടല്ലല്ലോ. എനിക്ക് ഔദുൽ കൗസർ നൽകണേന്ന്, ഇനി അതന്നെയാണ് തഫ്സീറെങ്കില്. അതുകൊണ്ടല്ലോ തഫ്സീറില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം പോലും അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല. അപ്പൊ ഔദുൽ കൗസർ അടക്കം ഒരുപാട് സംഗതികൾ ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകി. ചോദിക്കാതെ നൽകി. നിങ്ങൾ അതാ പറയാണ്, നിങ്ങളൊന്നും ചോദിക്കാതെ നിങ്ങൾക്കുള്ള മുഴുവൻ ഞാൻ നൽകിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ പിന്നെ എങ്ങനെ തരാതിരിക്കുക? അതുകൊണ്ട് ഫസല്ലി, അള്ളാഹിനോട് ദ്വാരക്കുന്നു. അല്ലാതൊരു വർത്താനാണ്. മുമ്പുള്ള അമ്പിയാക്കളൊക്കെ പലതും അള്ളാഹിനോട് ചോദിച്ച് ആഴ്ച വാങ്ങിയ ആളുകളാണ്. ഒരു വാങ്ങിയ കുറെ സംഗതികൾ അള്ളാഹിനോട് ചോദിച്ച് വാങ്ങിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കണതിനും അള്ളാഹു തആല ഇങ്ങോട്ട് കൊടുക്കണം. അതാണ് അഹബ്ബ്. മൂസാ അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചോ, റബ്ബി യസ്സിർലി അംരി, റബ്ബി യസ്സിർലി അംരി ഇങ്ങനെ ചോദിച്ചു. ഒരു പ്രാവശ്യം പോലും അത് ഹബീബ് അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ചോദിക്കാതെ അള്ളാഹു ഇങ്ങോട്ട് ചെയ്തു കൊടുത്ത്, വനു യസ്സിറുക ലിൽ യുസ്റാ. മൂസാ നബി അള്ളാഹിനോട് പലവട്ടം ചോദിച്ചു, റബ്ബി ശറഹ് ലി സദ്രി, റബ്ബി ശറഹ് ലി സദ്രി, റബ്ബി ശറഹ് ലി സദ്രി എന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അത് ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല എല്ലാ നിലയിലും ചെസ്റ്റ് വിശാലാക്കി കൊടുത്ത് എന്നിട്ട് തിരിച്ച് അള്ളാഹ് ഇങ്ങോട്ട് ചോദിച്ചു, അലം നശ്റഹ് ലക സദ്റക. ഏതും അങ്ങനെയാണ്, ഏത് കാര്യം അങ്ങനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീജ്വാലയിൽ കടന്നു. പക്ഷെ ആ ദിവസങ്ങൾ അത്രയും ദുനിയാവിൽ അവരുടെ ഏറ്റവും സ്വസ്ഥതയുള്ള സുഖമുള്ള ദിവസങ്ങളായി മാറി. അത് അള്ളാന്റെ പണിയാണ്. മാസങ്ങളായി ഉണ്ടാക്കിയ വിറക് കൂട്ടങ്ങൾ ദുനിയാവിലെ കൃത്രിമ ഭീകരമായ നരകമാക്കി മാറ്റിയിട്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ഒരു തീജ്വാലയെ ഉദ്യാനമാക്കി മാറ്റിയ ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ തീ കൊണ്ട് വല്ല കളിയും കളിച്ചിട്ടുണ്ടോ? ഇത് എൻ്റെ ഒരു ഗവേഷണമല്ല. അങ്ങനെ ഗവേഷണം നടത്തിയ കിതാബുകള് മഹാന്മാരായ പണ്ഡിതന്മാരുടേത് എൻ്റെ കയ്യിലുണ്ട്. റാസി ഇമാമിന് ഈ വിഷയത്തിൽ തന്നെ ഒരു ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അത് അതിൻ്റെക്കാളും മേലെ ഹബീബിനുണ്ടായിട്ടുണ്ടെന്നാണ്. എങ്ങനെ? മുഹമ്മദ് ഇബ്നു ഹാത്തിം എന്നൊരു ചെറിയ കുട്ടി തീയിൽ വീണു, കത്തിക്കരിഞ്ഞു. ചെസ്റ്റിന്റെ ഭാഗം, കഴുത്തിന്റെ ഭാഗം, തലഭാഗം ഒഴിഞ്ഞു കിട്ടിയോണ്ട് ജീവൻ നിലനിന്നു. മറ്റുള്ളൊക്കെ കരിക്കട്ട പോലെയായി. ഈ ചെറിയ പൈതലിനെടുത്തിട്ട് ഉമ്മ ഓടിയത് ഇലാ ഹളറത്തി റസൂലില്ലാഹി, മുസ്തഫാ നബിന്റെ അടുത്തേക്കാ ഓടിയത്. ഹബീബ നബി ആ കുട്ടിയെ അടിമുടി തടവിയപ്പോഴേക്ക് കരിക്കട്ടയുടെ ഒരു കറുത്ത പാട് പോലും ശരീരത്തിലില്ലാതെ പൂർണ്ണാവസ്ഥയിൽ അത് മാറി. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, നൂഹ് നബി അലൈഹിസ്സലാം ജലപ്രളയത്തിൽ കപ്പലിലൂടെ രക്ഷപ്പെട്ടല്ലോ. ഇതൊരു അത്ഭുതല്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കപ്പലില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉദാഹരണം ഉണ്ടോ? അപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന് പറയാണ്, അതിനേക്കാളും വലിയത് നടന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ.
കാരണം അബൂജഹലിന് ഒരു മോണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പിന്നെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അദ്ദേഹം ഈ ഒരു ചരിത്രബോധത്തിലായിരിക്കുമോ അല്ലേ അറിഞ്ഞൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാന് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാം, എനിക്ക് തർക്കമൊന്നുമില്ല, ഞാൻ വിശ്വസിക്കാം. ഇത് പറയുന്ന സമയത്ത് രണ്ടുപേരും നദീതീരത്താണ്. പക്ഷെ എന്ത് വേണം, ആ പാറക്കെട്ടില്ലേ, അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ ഭയങ്കര ഒരു കരിമ്പാറക്കെട്ട് അയക്ക് ചൂണ്ടിയിട്ടാണ് ഇയാള് പറയണത്. ആ പാറക്കെട്ട് വെള്ളത്തിന്റെ മുകൾ കൂടി നിങ്ങൾ വിളിച്ചങ്ങോട്ട് വരണം. നേശാത്തലിമല്ലാതെ കപ്പല് വെള്ളത്തിന് മുകളിൽ കൂടി പോകും, കാരണം കപ്പൽ അതിനുള്ളതാണ്. പക്ഷെ ഈ പാറ വെള്ളത്തിന് മുകളിൽ കൂടി പോകില്ലല്ലോ. പാറണ്ട വെള്ളത്തിന് മുകളിൽ കൂടി പോണ്. പക്ഷെ ഇത് ആള് വേറെയാണല്ലോ, ഇത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂൽ ആ പാറയുടെ നേരെ നോക്കിയിട്ട് ഉമ്മാര് കുട്ടികളെ വിളിക്കുന്ന പോലെ ഒരു വിളിയാ. പാറ അടിയിൽ നിന്ന് വീണ്ട് കുട്ടികളെ വെള്ളത്തേക്ക് ചാടും പോലെ ചാടിയിട്ട് അതിന്റെ മുകളിലൂടെ വെറും വരവല്ല, കരിമ്പാറക്കെട്ട് മുസ്തഫ നബിന്റെ അടുത്തേക്ക് വരുന്നത്. എങ്ങനെയാ നിങ്ങള്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഹബീബിന്റെ അടുത്ത് വന്നിട്ട് പാറക്കെട്ടൊരു തൽബിയത്ത്, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. ഈ കിരിമ അബൂജഹലിന്റെ മോനാണ്. കയ്യും കാലും മറിച്ചിട്ട് അങ്ങോട്ട് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നല്ലേ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്തെങ്കിലും വേണമെന്ന് വെച്ചു. ഒന്നും വേണ്ട, നിന്റെ അമ്മ എന്റെ ഈമാനിന്റെ കൽബിന്ന് ഇളകനല്ല. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞു, ഈ കരിമ്പാറിനോട് പറഞ്ഞു, ഇനി ഈ എവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു, അവിടെ തന്നെ പോയിരുന്നോന്ന് അറിഞ്ഞു. ഈ പാറ തിരിച്ച് നേരെ പോയിട്ട് അവിടെ തന്നെ പോയിരുന്നു. ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഇതൊക്കെ അല്ലാഹു തആല ചോദിക്കാതെ കൊടുക്കണം. അതാണ് അൽ കൗസർ. തീരെ ഇങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആൾക്കാർ പ്രസ്താവന ഫസ്വല്ലി, ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് വാരിക്കോരി തരണേ. നമ്മൾ ചോദിച്ച ചേരായിരിക്കുവോ? അവിടെ നിങ്ങൾ ചോദിച്ചോളിണ്ട്. ഇത് അങ്ങോട്ട് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആദ്യം ചോദിച്ചത് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ എന്നാണ്. കരിമ്പാറക്കെട്ട് വന്നെങ്കിൽ, മരം വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാതെ തന്നെ അള്ളാന്റെ ഹബീബിന് അത്ഭുതകരമായ ഇജാബത്ത്, ആവശ്യപൂർത്തീകരണം അള്ളാഹു നടത്തിയിട്ടുണ്ടെങ്കിൽ ചോദിച്ച വിഷയം അള്ളാഹു കൊടുക്കാതിരിക്കില്ല. എങ്കിൽ ചോദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ്. ഇനി ആ പട്ടികയിൽ പെടാനുള്ളൊരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി, നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ചെയ്യുന്നുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. അല്ലാഹുവേ, ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ രോഗങ്ങളും നീ മാറ്റണേ അല്ലാഹ്. ഇന്നലെ കോയമ്പത്തൂരിലേക്ക് ഒരു വാതിന് പോയപ്പോൾ ഒരുപാട് ആളുകൾ, പ്രധാനമായൊരു ഡോക്ടർ തന്നെയും മാരക രോഗം പറഞ്ഞ് ദുആക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ ഒരുപാട് ആളുകൾ ക്യാൻസർ രോഗികൾ തന്നെ ദ്വാരക്കാൻ പറഞ്ഞ്, അള്ളാഹുവെ അവർക്കും അതുപോലെ ക്യാൻസറിന്റെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് പിടഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മോചനം നൽകണേ അല്ലാ, ജീവിതം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ മാരക രോഗങ്ങൾ തരല്ലേ അല്ലാ. ഒരുപാട് പ്രതീക്ഷയിൽ ജീവിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് മാരക രോഗങ്ങളാൽ തളർത്തിക്കെടുത്തല്ലേ അല്ലാ. ബാധ്യതകൾ ബാക്കി വെച്ച് മയ്യിത്താക്കല്ലേ അല്ലാ. നിന്നോടോ പടപ്പുകളോടോ ഒരു ചെറിയ ബാധ്യതയെങ്കിലും ബാക്കി വെച്ച് കഫൻ തുണിയിലേറി കബറിൽ പോകേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ.
അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ നന്നാക്കണേ അല്ലാ, ശരീരങ്ങൾ നന്നാക്കണേ അല്ലാ, സമ്പത്ത് നന്നാക്കണേ അല്ലാ, സമയം നന്നാക്കണേ അല്ലാ, സന്താനങ്ങൾ നന്നാക്കണേ അല്ലാ, കുടുംബത്തെ നന്നാക്കണേ അല്ലാ, പ്രവർത്തനങ്ങൾ നന്നാക്കണേ അല്ലാ, വാക്കുകൾ നന്നാക്കണേ അല്ലാ, സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ, ജീവിതം നന്നാക്കണേ അല്ലാ, മരണം നന്നാക്കണേ അല്ലാ. കടലിലും കരയിലും പണിയെടുക്കുന്ന പാവങ്ങളാ, നിന്റെ സംരക്ഷണവും സുരക്ഷിതത്വവും റഹ്മത്തും ബറക്കത്തും സഹായവും തിരുനോട്ടവും നൽകണേ അല്ലാ. ഞങ്ങളെ ഖൈബീങ്ങളാക്കല്ല അല്ലാ. ഈ മജ്ലിസിൽ ഒരുപാട് അത്ഭുതകരമായ ഇജാബത്ത് പല ആളുകൾക്കും നീ നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ 3 ആളുകൾ വിളിച്ച് അത്ഭുതങ്ങൾ പറഞ്ഞു. അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ നിനക്കറിയാം. ഹൈറായ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാ. ഷർറിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഹൈറായ പദ്ധതികൾ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഹൈറില്ലാത്തതിൽ നിന്ന് സമാധാനത്തോടെ പിന്മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ നിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ദഅവത്ത് ചെയ്യാനും നിന്നെയും ഹബീബിനെയും പ്രശംസിക്കാനും അവസരവും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നല്ല ദിവസം, നല്ല സ്ഥലം, നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കണ്ട് ഉറക്കെ ദിക്ർ ചൊല്ലി പ്രസന്ന ഭാവത്തോടെ പുഞ്ചിരിച്ച് മരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ആ സമയം പിറകിലൂടെ കാഷ്ടവും മുമ്പിലൂടെ മൂത്രവും വന്ന് ചത്തുപോകുന്ന ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ദീനായി ഉൾക്കൊണ്ട് ഹബീബിനെ നിന്നെ സ്നേഹിച്ച് മാരിഫത്തിന്റെ മധുരം നുണഞ്ഞ് ജീവിക്കാൻ തൗഫീഖ് താ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി യാ ദൽ ജലാലി വൽ ഇക്റാം. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن مات منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.